ശ്രീ നിജേഷ് അരവിന്ദ്, മലപ്പുറത്ത് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസംഗത്തിനെതിരെ ബി.ജെ.പി. പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അവിടെ ഈ മതത്തെ ഉപയോഗിച്ചുള്ള വോട്ട് പിടുത്തം നടത്തി എന്നതാണ് ബി.ജെ.പിയുടെ പരാതി. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതിനോട്? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ആകെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ നിലപാടുകളെ പറ്റിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ട് എങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണ്, നിങ്ങൾക്കിത് നോക്കി വോട്ട് ചെയ്യാം എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചാൽ നമുക്ക് കേൾക്കാം. ഇനി കോഴിക്കോട്ട് പ്രസംഗത്തിനിടയിൽ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം നരേന്ദ്രമോദി എന്നോ അല്ലെങ്കിൽ അമിത്ഷാ എന്നോ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. എന്റെ തെറ്റാണെന്ന് അറിയില്ല, മഞ്ജുഷിന് പരിശോധിക്കാം. ഇങ്ങനെയൊക്കെ ഒരു വൈകാരിക തിമിർപ്പുണ്ടാക്കുന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വിജ്ഞാപനത്തിനെതിരെയാണല്ലോ മുഖ്യമന്ത്രി സംസാരിച്ചത്. അതിനുവേണ്ടിയാണല്ലോ ഈ റാലികൾ, 5 റാലികൾ നടത്തുന്നത്. അതിൽ കോഴിക്കോടും കാസർഗോഡും നടത്തി, ഇപ്പോൾ മലപ്പുറത്തും നടത്തി. അതിൽ പിന്നെ നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കേന്ദ്ര സർക്കാരിനെതിരെയാണല്ലോ ഈ റാലി സംഘടിപ്പിക്കുന്നത്. അല്ല മഞ്ജുഷ്, ഒന്ന്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പ്രധാനമന്ത്രിയെ യാത്രയക്കാൻ പോയ ആളാണ്. 2, പൗരത്വ സമരം കൊടുമ്പിരിക്കൊണ്ട കാലത്ത് 865 കേസുകൾ കേരളത്തിലെ പൗരത്വ സമരത്തിന് എടുത്ത, അല്ലെങ്കിൽ പൗരത്വ കാലഘട്ടത്തിൽ സമരം ചെയ്തവർക്ക് എതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അന്ന് പിൻവലിക്കും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആകെ പിൻവലിച്ചത് 65 നിസ്സാരമായ കേസുകൾ മാത്രമാണ്. ഞാനതിന്റെ വ്യക്തിമാണ്. കോഴിക്കോട്ട് 2019 ഡിസംബർ മാസം 21 നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ച്, ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ അതിന്റെ ഗേറ്റ് പോയി എന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങൾക്ക് അന്ന് കോടതിയിൽ PDPP ആക്ട് പ്രകാരം അതൊരു 2000-3000 രൂപ ഫൈൻ ക്ലെയിം ചെയ്തു. ആ കേസിന് അന്ന് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ 57 പേരെയാണ്. അന്നത്തെ DC പ്രസിഡന്റ് T സിദ്ദീഖ്, KPC സെക്രട്ടറി പ്രവീൺ കുമാർ, ഇന്നത്തെ DC PM നിയാസ്, വനിതയായ വിദ്യാ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. സാധാരണതയിൽ ഒരു ചെറിയ ഒന്നും തള്ളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 4, 5 അല്ലെ 10 പേർക്കെതിരെ കേസെടുക്കും. പക്ഷേ പർപ്പസ്ഫുള്ളി വളഞ്ഞു വെച്ചുകൊണ്ട് നടക്കാവ് സ്റ്റേഷനും കസബ സ്റ്റേഷനും കൊണ്ടുപോയി 57 പേരെയും റിമാൻഡ് ചെയ്തു. ഞാൻ അടക്കം 4 ദിവസം ജയിലിൽ കിടന്നു. അതിനുശേഷവും അദ്ദേഹം പിൻവലിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആ 2.5 വർഷക്കാലമാണ് കോഴിക്കോട്ടെ കോടതിയിൽ, CJM കോടതിയിൽ ഞങ്ങൾ ആ കേസ് നടത്തിയത്. ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയത് CISF അല്ല, BSF അല്ല, കേരള പോലീസാ. ഇനി ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് പിണറായി വിജയന്റെ നടക്കാവസ്ഥയും CIയും ഉൾപ്പെടെയുള്ള ആളുകളാണ്. 2500 രൂപയുടെ ഗേറ്റ് പോക്കി എന്ന് പറഞ്ഞ് 57 ആളുകളെ അറസ്റ്റ് ചെയ്ത് 4 ദിവസം ജയിലിലടച്ച് 2.5 കൊല്ലക്കാലം കേസ് എടുപ്പിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് ഈ തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ സഹകരിക്കുന്നില്ല എന്നാണ് ഇന്നലത്തെ പുസ്തകത്തിൽ പറഞ്ഞത്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആർജവുമില്ല, ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നിന്നു. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാടിനെ മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ് ചെയ്തത്. അവിടെ ഞാൻ വീണ്ടും പറയാം, ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് BJPക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മൾക്കറിയാം BJP ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി ഇന്ത്യയിലുടനീളമുള്ള BJP വിരുദ്ധരായ ആളുകളെ, മതേതരത്വ ചിന്തയുള്ള ആളുകളെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് ബംഗാളിലെ മുർഷിദാബാദിൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP 12% വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJPക്ക് ഈ തവണ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കുന്നു. കാരണം അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കും എന്നുള്ളത് കൊണ്ട്. രാജസ്ഥാനിൽ ഞങ്ങൾ മത്സരിച്ച സീറ്റ് വിട്ടുകൊടുക്കുന്നു. കർണാടകയിൽ ചിക്ബല്ലാപൂർ ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു. തമിഴ്നാട്ടിലെ 2 സീറ്റ് രാഹുൽ ഗാന്ധിയാണ് അവിടെ പ്രചരണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ചില ആളുകൾ പറയുന്നു നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുന്നു. മറുഭാഗത്ത് ഇന്ത്യ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാവാൻ വേണ്ടി നിൽക്കണമെന്ന് യെച്ചൂരി പറയുന്നു. പിണറായി വിജയൻ മലബാറിൽ മാത്രം വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്യന്തികമായ നിലപാടെന്താണ്? ഞാൻ വീണ്ടും വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൗരത്വ സമരത്തിലെടുത്ത 865 കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഇന്നും പറഞ്ഞു അപേക്ഷ തന്നാൽ പിൻവലിക്കാം. എത്ര ആളുകൾ, എത്ര രാഷ്ട്രീയ, ഞങ്ങൾ 10 ലക്ഷത്തിലധികം രൂപ ഫൈൻ അടച്ചിട്ടുണ്ട് കോടതിയിൽ. ആകെ മുസ്ലിം ലീഗ് അടച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഈ പ്രേമം, പ്രണയം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം എവിടെ നിന്ന് വന്നു? ഇത് ഞങ്ങളുടെ നിലപാട്. അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് MPമാർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ഡൽഹിയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അറസ്റ്റ് വരിച്ചത് ഇടതുപക്ഷ നേതാക്കളാണ്. ഇതാണ് മലപ്പുറം പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്.
അല്ലെ, ഡൽഹി മുതൽ ഇങ്ങ് തമിഴ്നാട് വരെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സമരം, രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് സംസാരിച്ച വിഷയം, നിരന്തരമായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും ഇപ്പോ മുഖ്യമന്ത്രി ചോദിച്ചു, ഇത് ചോദിച്ചതിന്റെ പിറകെ കോൺഗ്രസ് UDF MP മാർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഇന്ന് എല്ലാ ഡൊമൈനിലും അത് ലഭ്യവുമാണ്. അപ്പൊ കോൺഗ്രസ് പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്ന് ഒരാഖ്യാനം സൃഷ്ടിക്കാൻ, തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇവിടെ പറയുകയും അതേ കോൺഗ്രസിന്റെ മുന്നണിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി നിജേഷ്, ഞാൻ തുടക്കത്തിൽ ചോദിച്ച കാര്യം, BJP ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇത് മുസ്ലിം ജനവിഭാഗത്തെ ഭീതിയിലാഴ്ത്തുകയാണ് മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ആശങ്ക ഇവിടെ ഉണ്ടാക്കുന്നു. BJPക്കും RSSനുമെതിരെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് നേടാനാണ്, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി മതത്തെ ഉപയോഗപ്പെടുത്തുകയാണോ മലബാർ റാലികളിൽ? മഞ്ജുഷ്, ഞങ്ങൾ BJPയുടെ അജണ്ടയ്ക്ക് തല വെച്ച് കൊടുക്കുന്ന ആളുകളല്ല. പൗരത്വ നിയമത്തിനെതിരെ കോഴിക്കോട്ട് തലശ്ശേരിയിൽ ആദ്യത്തെ റാലി നടത്തിയത് ഞങ്ങളാണ്. കേരളത്തിലുടനീളം സമരം നയിച്ചത് ഞങ്ങളാണ്. ആ സമരത്തിൽ ഞങ്ങളുടെ നിലപാട് അതാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പുറത്തു പറയുന്ന കാര്യം ജനം വിലയിരുത്തട്ടെ. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളും ജനം വിലയിരുത്തട്ടെ. ശരി, നിജേഷ് അരവിന്ദ്.